കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നടപടികളെക്കുറിച്ചും നിയമന നടപടികളെക്കുറിച്ചൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ 393 നിയമനത്തിനുള്ള നടപടികളെക്കുറിച്ചാണ് നമ്മുടെ തൊഴിൽ വേദിയിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ PSCയുടെ തീരുമാനം തന്നെയാണ്. നമുക്ക് നോക്കാം എന്താണ് പുതിയ വാർത്തകളെന്ന്. ആകെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 3701 ആകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ വാർത്തയ്ക്കകത്ത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ കമ്പനി ബോർഡ് അതേപോലെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിൻ്റെ 393 ഒഴിവുകളിലേക്ക് നിയമന ശുപാർശകൾ തയ്യാറാകുന്നുണ്ട്. നമ്മുടെ KSFE, KSEB സ്ഥാപനങ്ങളിലേക്കാണ് മിക്ക ഒഴിവുകളും വന്നിട്ടുള്ളത്. പിന്നെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതേപോലെ ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ 221 ഒഴിവുകളിലേക്കും പുതിയ നിയമന ശുപാർശകൾ വരുന്നുണ്ട്. PSCയുടെ കൊല്ലം മേഖലാ ഓഫീസിലാണ് നിയമന നടപടി പുരോഗമിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇതോടെ KSFE, KSEB അസിസ്റ്റന്റ് ലിസ്റ്റിൽ 2573 പേർക്കും അതേപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ഫാമിംഗ് കോർപ്പറേഷനിലേക്ക് 1128 പേർക്കുമാണ് ശുപാർശകൾ വരാനായിട്ടുള്ള സാധ്യതയുള്ളതെന്നും PSC പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചെയ്യപ്പെട്ട റിപ്പോർട്ട് ഒഴിവുകളുടെ ഒരു റിപ്പോർട്ടാണ് അതിനകത്ത് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ KSFEക്കകത്ത് വന്നിട്ടുള്ളത് 125 പുതിയ ഒഴിവുകളാണ്. എന്നാൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ വന്നിട്ടുള്ളത് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. കെൽട്രോണിൽ നിലവിൽ 6 NJD പോസ്റ്റുകളുണ്ട്. KSEBക്കകത്ത് നിലവിൽ 13 NJD പോസ്റ്റുകളുണ്ട്. വാട്ടർ അതോറിറ്റിയിലുള്ളത് 26 പുതിയ പോസ്റ്റുകളാണ്. ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലുള്ളത് ഒരു പോസ്റ്റേ ഉള്ളൂ. മൊത്തത്തിൽ 172 പോസ്റ്റുകളുള്ളതിൽ 183 പുതിയ പോസ്റ്റുകളും 19 NJD പോസ്റ്റുകളുമാണ് നിലവിൽ PSC വിളിച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് അതേപോലെ ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഈ NJD ഒഴിവുകൾ എത്രയുണ്ടെന്ന് മാത്രം നോക്കുക. അപ്പോൾ വിളിച്ചിട്ടുള്ള ഏതൊക്കെ സ്ഥാപനങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ്, അതേപോലെ SC/ST ഡെവലപ്മെൻറ്റ് ബോർഡ്, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്, സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫ്രോജനിക്സ്, അതേപോലെ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ്, അതേപോലെ ആർട്ടിസൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഫാമിംഗ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ്, കള്ളുചത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി, അതേപോലെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്സ്, അങ്ങനെ ഈ സ്ഥാപനങ്ങളെല്ലാം കൂടി നിലവിൽ 221 പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. അതിൽ പുതിയതെന്ന് പറയുന്ന 3 പോസ്റ്റ് മാത്രമേ ഉള്ളൂ. NJD പോസ്റ്റുകളും അതിനനുസരിച്ച് കൂടുതലാണ് നമ്മുടെ ലിസ്റ്റിനകത്ത് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിലെ 393 നിയമന നടപടികളെക്കുറിച്ചുള്ള വാർത്തകളെന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്ലിക്കേഷൻ വരുന്നതിനനുസരിച്ച് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ സമയാസമയം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്തായാലും പുതിയ ക്ലാസ് നോട്ടിഫിക്കേഷനൊക്കെ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.